ഹലോ, യെല്ലോ ഫെയറി റോസ് അല്ലെങ്കിൽ യെല്ലോ ഓർക്കിഡ് റോസ്. അതെ, ഒരു ചെറുപൂവിൻ്റെ സുന്ദരമായ കഥയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതെ, നമ്മൾ ഗാർഡനിൽ ഒരുപാട് റോസുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വലുതും ബോൾഡും ഷോവിയും ഒക്കെ ആയ പലതരം റോസുകൾ. പക്ഷേ ഇങ്ങനെ ചെറുതായി നിശബ്ദമായി നമ്മളെ ദിവസേന സന്തോഷിപ്പിക്കുന്ന ഒരു റോസിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യെല്ലോ ഫെയറി റോസ്. ചെറുതാണ്, പക്ഷെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റോസാണ് കേട്ടോ ഇത്. പലർക്കും ഈ റോസ് ഫുള്ളായിട്ട് വിരിഞ്ഞ് കാണുമ്പോൾ ആദ്യം തോന്നുന്നൊരു സംശയം, ഇത് ശരിക്കും ഏത് കളറാണെന്നുള്ളതാണ് കേട്ടോ. എന്താ അറിയോ, ഇത് വിരിയുന്നത് യെല്ലോ കളറിലാണ്, ഇത് പൊഴിയുന്നത് ഒരു ഓറഞ്ച് കളറിലാണ്. അതെ, ഇത് തന്നെയാണ് ഈ റോസിൻ്റെ ആദ്യത്തെ ഒരു മാജിക് എന്ന് വെച്ചാൽ. ഒരേ ചെടിയിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു റോസ് എന്ന് വെച്ചാൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഫാസിനേറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഒരു സത്യം. ശരിക്കും പറഞ്ഞാൽ യെല്ലോ ഫെയറി റോസ് ഇത് മിനിയേച്ചർ റോസ് ഫാമിലിയിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവയുടെ കഥ തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? അങ്ങ് 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്നിട്ടാണ്. അതെ, അവിടെയാണ് ഈ റോസുകൾ ജനിച്ചത്. ശരിക്കും പണ്ടത്തെ ഗാർഡനുകളിൽ കൂടുതലും വലിയ റോസുകളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റോസുകൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായ സമയത്തുണ്ടല്ലോ, സ്മോൾ സ്പേസിൽ പോട്ടിൽ വളർത്താൻ പറ്റുന്ന റോസസ് ഉണ്ടാക്കിയാലോ? അങ്ങനെ ഒരു ഐഡിയ ബ്രീഡേഴ്സിൻ്റെ മനസ്സിൽ വന്നു. അവിടെ നിന്നാണ് ഈ മിനിയേച്ചർ റോസസ് ഡെവലപ്പായി വന്നത്. അതെ, അപ്പോൾ യെല്ലോ ഫെയറി റോസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡറിൻ്റെ റോസ് അല്ല കേട്ടോ, അതായത് ഒരു വ്യക്തിയുടെ ഇൻവെൻഷൻ അല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബ്രീഡേഴ്സ് ഒരുപാട് വർഷങ്ങളെടുത്ത് ഉരുത്തിരിഞ്ഞെടുത്തതാണ് ഈ ഒരു യെല്ലോ ഫെയറി റോസ്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റത്തന്തയ്ക്കുണ്ടായ റോസ് അല്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു റോസാണിത്. ഇത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ ഫ്ലവറിങ്ങും സോഫ്റ്റ് യെല്ലോ കളറാണ്, ഒരു കോമ്പാക്റ്റ് പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇതിന് ഫെയറി റോസ്, യെല്ലോ ഫെയറി എന്താ പറയുക, ഓറഞ്ച്, ഇങ്ങനെ പല പേരുകളിൽ മാർക്കറ്റിൽ ഇത് കേൾക്കുന്നുണ്ട്. കാര്യം ഇത് വിരിഞ്ഞ് പൊഴിയാറാവുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൽ ഓറഞ്ച് ഫെയറി എന്നും പറയപ്പെടുന്നുണ്ട്. ശരിക്കും ഇതിന് ബൊട്ടാണിക്കലി സേഫായിട്ട് പറയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, മിനിയേച്ചർ റോസ് എന്ന് പറയാം. യെല്ലോ ഫെയറി ടൈപ്പ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഐഡൻറ്റിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഫെയറി എന്ന പേര് വന്നത് ശരിക്കും ഇതിൻ്റെ വലുപ്പം കൊണ്ടല്ല കേട്ടോ. ഈ റോസിൻ്റെ ഫ്ലവേഴ്സ് നോക്കൂ, സോഫ്റ്റ് പെറ്റൽസാണ്, റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത്. ഒരേ സ്റ്റെമ്മിൽ ഒരുമിച്ച് ബ്ലൂം ചെയ്യുന്ന പൂക്കളാണ്. അതെ, ഒരു ഫെയറി എന്താ പറയുക, ഫെയറി ഗാർഡൻ കാണത്തില്ലേ, അതുപോലെ നിൽക്കും ഈ ഒരൊറ്റ റോസാ ചെടി. അതുകൊണ്ടാണ് ശരിക്കും ഇതിന് ഫെയറി റോസ് എന്നൊരു പേര് വന്നത് തന്നെ. ഇനി വീണ്ടും ഇതിൻ്റെ കളർ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓറഞ്ച് ആണോ യെല്ലോ ആണോ? സ്ട്രെയിറ്റ് ആൻസർ പറയാം, ജെനറ്റിക്കലി ഇത് യെല്ലോ റോസാണ്. പക്ഷേ ഫ്ലവറിൻ്റെ ഏജ് അനുസരിച്ച്, സൺലൈറ്റ് അനുസരിച്ച്, സോയിലിൻ്റെ ന്യൂട്രീഷൻ അനുസരിച്ചൊക്കെ ഇതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി ബഡ് സ്റ്റേജിലാണെങ്കിൽ ഇത് ലൈറ്റ് പീച്ച് ഷെയ്ഡായിരിക്കും. അതെ, ബഡ് കാണുമ്പോൾ ഒരു പീച്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ ബഡ്സ് വരുന്നത്. ഫുള്ളി ബ്ലൂം ആയാൽ ഒരു ബ്രൈറ്റ് യെല്ലോ ആയിരിക്കും. ഇനി ഫ്ലവർ അങ്ങ് കുഴിയാറാവുമ്പോൾ ഒരു ക്രീമി പെയിൽ യെല്ലോ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് പോയിട്ടാണ് ഇത് പൊഴിയുക. അപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ക്യാമറ ലൈറ്റിലെങ്കിലൊക്കെ വന്നാൽ കേട്ടോ, ഭയങ്കരമായിട്ടൊരു ഇല്യൂഷൻ ഉണ്ടാക്കി തരുന്ന ഒരു റോസ് കൂടിയിട്ടാണിത്. ഈ റോസ് വന്നിട്ട് ഗാർഡനേഴ്സിന് അല്ലെങ്കിൽ റോസ് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമാവാനുള്ള കാരണം എന്താണെന്നറിയോ? സിമ്പിളാണ്, സ്മോൾ സൈസാണ്, പോട്ടിലേക്ക് പെർഫെക്റ്റാണ്, ഒരുമിച്ച് ബ്ലൂം ചെയ്യുന്ന ക്ലസ്റ്റേഴ്സാണ്, പിന്നെ എന്താ പറയുക, ലോങ് ഫ്ലവറിങ് പീരീഡ് ഉണ്ട്. ഒരുപാട് ദിവസം ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇത് വാടാതെ കൊഴിയാതെ നിൽക്കും. പിന്നെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി നേച്ചറുമാണ് കേട്ടോ. അപ്പോൾ ടെറസ് ഗാർഡനിലും ബാൽക്കണിയിലും സൺലൈറ്റ് കിട്ടുന്ന ഇൻഡോർ സ്പേസിലും ഒക്കെ ഹാപ്പി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു അടിപൊളി റോസാണ് ഈ യെല്ലോ ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ ഫെയറി യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഗ് റോസസ് എന്താ പറയുക, അറ്റൻഷൻ പിടിക്കും അല്ലേ? പക്ഷേ ഫെയറി റോസസ് എന്താ പറയുക, നമ്മുടെ മനസ്സിളക്കും എന്നുള്ളതാണ് സത്യം. ഓരോ ദിവസവും പുതിയ ബഡ്സ്, ഒരുമിച്ച് ബ്ലൂം ചെയ്യുന്ന പൂക്കൾ ഗാർഡനിലൊരു ഭയങ്കര ഹാപ്പിനെസ് തന്നെ ഈ ഒരു റോസ് നൽകും എന്നുള്ളതാണ്. ഇതിന് ഇലകൾക്ക് നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇലകൾ കണ്ടോ, കുഞ്ഞൻ ഇലകളാണ്, നല്ല രസമാണ് ഇതിൻ്റെ ഇലകളും കാണാം. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇത് റെയർ പ്ലാന്റ് കൂടെയാണ്
റെയറായിട്ടാണ് കേട്ടോ. ഇത് മാർക്കറ്റിൽ കിട്ടാനില്ലാത്തൊരു പ്ലാന്റാണ്. അത് ഈ നോക്കിയേ, ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് അത് മാറി വരുന്നത് കാണുന്നുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റോസ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയ ഗാർഡനേഴ്സ് പോലും മിനിയേച്ചർ ഫെയറി റോസസ്, അതായത് ഈ ടൈപ്പിലുള്ള റോസസ് ഗാർഡനിൽ ഒഴിവാക്കാത്തത് ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട് തന്നെയാണ്. അതുമാത്രമല്ല ഇതൊരു റെയർ പ്ലാന്റ് കൂടിയിട്ടാണ് കേട്ടോ. ശരിക്കും കേരള മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് കൂടിയിട്ടാണ്. റെയറായിട്ടാണ് നമുക്ക് ഈ പ്ലാന്റ് വരുന്നത്. റെയറായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടില്ല. ശരിക്കും അത്രയും റെയറായിട്ട് ഉള്ള ഒരു പ്ലാന്റാണിത്. നമുക്കിത് വിൽപ്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ. ശരിക്കും കട്ടിങ്സ് വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരെണ്ണം റോസാണിത്. അതുകൊണ്ട് തന്നെ നമുക്കും ഇപ്പോൾ ഉള്ളത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നല്ല കമ്പ് കുത്തി വേര് പിടിപ്പിച്ചെടുത്ത അടിപൊളി റോസുകളാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഈ ഒരു റോസ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ. ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത്. വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം. ലൈറ്റ് പ്രൂണിങ് ആണ് ഇപ്പോഴും ഇതിന് വേണ്ടത്. പിന്നെന്താ പറയുക, ഒരു 15 ദിവസം കൂടുമ്പോൾ DAP ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് കാലാകാലം പൂക്കൾ തരുന്ന ഒരു അടിപൊളി ബട്ടൺ റോസ് അങ്ങനെ വേണം ഇതിനെ പറയാം. അപ്പോൾ ശരിക്കും ഈ ഒരു റോസ് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, വലിപ്പമല്ല എല്ലാം, കളർ എന്താ പറയുക കൃത്യമായിട്ട് ലോഡ് ആവണമെന്നില്ല. കൺസിസ്റ്റൻസി, ജെൻറ്റിൽ ബ്യൂട്ടി, ഡെയിലി ഹാപ്പിനെസ്, ഇതൊക്കെ ഈ ഒരു റോസിന് ഒരു റോസ് നമുക്ക് തരുമെന്നുള്ളതാണ്. അപ്പോൾ ചെറുതായി ബ്ലൂം ചെയ്ത് നമ്മളെ ദിവസേന സ്മൈൽ ചെയ്യിപ്പിക്കുന്ന ഒരു അടിപൊളി റോസ് വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. യെല്ലോ ഫെയറി റോസ്, അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ഓർക്കിഡ് റോസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഇലകൾ നോക്കിയേ, കണ്ടില്ലേ, മറ്റ് സാധാരണ റോസിനെ അപേക്ഷിച്ച് അതുപോലുള്ള ഇലകളല്ല, നല്ല ഇടുങ്ങി തിങ്ങി നെരുങ്ങി കുഞ്ഞൻ ഇലകളാണ്. നല്ല രസമായിട്ട് കിഡിലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റോസ് വെറൈറ്റി. അപ്പോൾ ഈ റോസിനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്തടുത്തുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നിങ്ങളൊന്ന് ഞെക്കിയേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റോസ് ലവേഴ്സിനൂടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ. ഇതുപോലുള്ള പുതിയ റോസുകളെയും ആ റോസുകളുടെ ഒറിജിനെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്തടുത്ത വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.